ഹലോ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും മാത്സിന്റെ ഒരു അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കറിയാം 3 ചാപ്റ്ററുകളാണ് ഇതുവരെ മാത്സിൽ കഴിഞ്ഞിട്ടുള്ളത്. 4ാമത്തെ പാഠമാണ് നമ്മൾ ഇവിടെ തുടങ്ങുന്നത്. 4ാമത്തെ പാഠം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പാഠമാണ്. അതായത് മറ്റു പാഠങ്ങളുമായി ധാരാളം കണക്ഷൻ ഉള്ള ഒരു പാഠം കൂടിയാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ. അപ്പൊ എന്താണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിന്റെ പേര്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാം കൃതി സമവാക്യങ്ങൾ. അപ്പൊ നമുക്ക് ഈ പേര് വെച്ചുകൊണ്ട് കുറച്ചു നേരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അല്ലെ. നമ്മൾ ഏതൊരു പാഠവും പഠിക്കുമ്പോഴും എങ്ങനെയാണ് പഠിച്ചത്? കഴിഞ്ഞ 3 പാഠങ്ങളൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? ഓരോ പാഠം പഠിക്കുമ്പോഴും അതിനെ നമ്മൾ പാർട്ടാക്കി മാറ്റിയിട്ടാണ് പഠിച്ചത്. ഉദാഹരണത്തിന് സർക്കിൾ പഠിക്കുമ്പോ നമ്മുടെ സർക്കിൾസിനെ 3 പാർട്ടാക്കി കൊണ്ടാണ് പഠിച്ചത് അല്ലെ. അതേപോലെ അരിത്മെറ്റിക് സീക്വൻസ് പഠിക്കുമ്പോൾ അവിടെയും നമ്മൾ അതേപോലെ പാർട്ടുകളാക്കി പഠിച്ചു അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് ഈ പാഠത്തിന് എന്ത് ചെയ്യാനുണ്ട്? ഒന്ന് എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് തരംതിരിക്കാനുണ്ട്. അപ്പൊ അതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് കേൾക്കുന്ന സമയത്ത്, രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന് കേൾക്കുന്ന സമയത്ത് കുറച്ച് ചിന്താഗതികൾ വരുന്നുണ്ടാവും. എന്തായിരിക്കും ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്? എന്താണ് ഈ രണ്ടാം കൃതി സമവാക്യം എന്ന് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ചിന്ത വരുന്നുണ്ടാവും അല്ലെ. തീർച്ചയായും. അപ്പൊ ഈ പേരിനെ നമ്മൾ ആദ്യം ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് വിശകലനം ചെയ്യണം. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്നുള്ളതിനെ. അപ്പോ ആദ്യം നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന കാര്യം മനസ്സിലാവണമെങ്കിൽ, രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, സമവാക്യങ്ങൾ എന്നുള്ളത് എന്താണെന്നുള്ളതാണ്. നമ്മൾ മുൻ ക്ലാസ്സുകൾ മുതൽ തന്നെ പഠിച്ചു വരുന്നതാണ് സമവാക്യങ്ങൾ. ഓക്കെ, 8ാം ക്ലാസ്സിലാണ് നിങ്ങൾക്ക് സമവാക്യങ്ങൾ എന്നുള്ള ആദ്യമായിട്ട് ഒരു പാഠം പഠിക്കാനുള്ളത് അല്ലെ. ഒന്ന് ഓർമ്മിച്ചു വരണം. എന്താണ് അവിടെ പഠിച്ചത്? സമവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഇട്ടിട്ടുള്ള ഏതൊന്നും എന്താണ്? സമവാക്യമാണ്. ഉദാഹരണത്തിന് 2x + 5 = 10. എങ്ങനെ? 2x + 5 = 10. ഇതെന്താണ്? ഒരു സമവാക്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത്? ഇതൊരു സമവാക്യമാണ്. അടുത്തൊരു സമവാക്യം എഴുതാം. 2a - 3 = 4. കണ്ടോ? അപ്പൊ ഇങ്ങനെ നമ്മൾ കുറെ സമവാക്യങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്ത സംഖ്യകളെ അല്ലെ, അറിയാത്ത സംഖ്യകളെ നമ്മൾ x എന്നും y എന്നും a എന്നും ഒക്കെയായി A to Z ഏത് വേണമെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കാം. സാധാരണയായി അറിയാത്ത സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യുന്നു? x എന്ന് ഇട്ട് കൊടുക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഇതാണ് സമവാക്യം. എന്താ ഇപ്പൊ സമവാക്യം? ഈക്വൽ ടു ഇട്ടിട്ടുള്ള സമവാക്യം ഇട്ടിട്ടുള്ള ഏതൊന്നും ഒരു സമവാക്യമാണ് എന്നുള്ളത്. പക്ഷെ എന്താണ് അതിലൊരു നിബന്ധന? ലെഫ്റ്റ് സൈഡ് ഉള്ളതും റൈറ്റ് സൈഡ് ഉള്ളതിന്റെയും വാല്യൂ സെയിം ആയിരിക്കണം. ഇതിന്റെ വാല്യൂ 4 ആയിരിക്കണം. അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്തായിരിക്കണം? സെയിം വാല്യൂ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഒരേ വിലയായിരിക്കണം. അപ്പൊ നമുക്കറിയാം, ഈ അറിയാത്ത സംഖ്യയെ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സമവാക്യങ്ങൾ എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കുന്നത്. അത് ഈക്വൽ ടു ഇടയിൽ വരുമ്പോൾ മാത്രമാണ് അത് എന്താവുന്നുള്ളൂ? സമവാക്യം ആവുന്നുള്ളൂ. ലെസ് ദാനെന്നോ ഗ്രേറ്റർ ദാനെന്നോ അങ്ങനെയൊന്നും ഇട്ട് കഴിഞ്ഞാൽ എന്താവില്ല? അത് സമവാക്യം ആകുകയില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് സമവാക്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഓക്കെ, എന്താണ് സമവാക്യങ്ങൾ, എന്താ ഇക്വേഷൻസ് എന്നുള്ളത് മനസ്സിലാക്കി. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ 9ാം ക്ലാസ്സിൽ ഇതിനെ സംബന്ധിച്ച് എന്താണ് പഠിച്ചത്? അതാണ് ഞാൻ അടുത്തത് പറയാൻ പോണത്. ഓക്കെ, 9ാം ക്ലാസ്സിൽ പഠിച്ചത്, 8ാം ക്ലാസ്സിൽ ഇക്വേഷൻസ് എന്നുള്ള പാഠമാണ് പഠിച്ചതെങ്കിൽ 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്നുള്ള പാഠമാണ്. സമവാക്യ ജോഡികൾ എന്നുള്ള പാഠമാണ്. സമവാക്യ ജോഡികൾ എന്ന പാഠത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? അവിടുത്തെ പെയർ ഉണ്ട് അല്ലെ, ജോഡി ഉണ്ട്. അങ്ങനെ വരുമ്പോ ഒരേ സമയം എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ വരും അല്ലെ. ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം എഴുതാം. x + y = 5. 2x - y = 10.
കണ്ടോ ഇങ്ങനെ വരും. എന്നിട്ട് ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും ഒക്കെ ഇട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൽ നിന്നും ഏതെങ്കിലും ഒന്നിന്റെ ഇപ്പൊ എക്സിന്റെ മുമ്പിലുള്ള വിലയോ വൈന്റെ മുമ്പിലുള്ള വിലയോ ഈക്വൽ ആക്കിയിട്ട് ഈക്വൽ ആണെങ്കിൽ അത് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 എന്നൊക്കെ ചെയ്തിട്ട് ദെൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കും, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. വൈന്റെ വിലയാണ് കിട്ടുന്നതെങ്കിൽ ആ വൈന്റെ വാല്യൂ ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും, എക്സിന്റെ വാല്യൂ കിട്ടും. ഇത് രണ്ടും നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഇനി ഇതാണ് കുറച്ചു പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പൊ അത് നമ്മുടെ പ്രോബ്ലത്തിൽ എവിടെയാണോ വരുന്നത്, അങ്ങനെ വരുന്ന സമയത്ത് മാത്രം ഞാൻ എന്ത് ചെയ്യാം, അതിനെ കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കാം. എവിടെയാണോ പ്രോബ്ലം വരുന്നത്, നമ്മുടെ ഈ ഒരു പാർട്ടിൽ അധികമായിട്ട് ഇങ്ങനത്തെ പ്രോബ്ലം വരുന്നില്ല. ഓക്കെ, ഇവിടെ കൂടുതൽ ആളുകൾക്ക് 9ാം ക്ലാസ്സിൽ ബുദ്ധിമുട്ടായ ഭാഗം രണ്ടെണ്ണത്തിന്റെ വില കണ്ടുപിടിക്കാൻ പറയുമ്പോഴാണ്. ഇവിടെ പ്രശ്നം തന്നെ വരുന്നില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ നമ്മൾ സമവാക്യങ്ങൾ എന്ന വാക്കിനെ അനലൈസ് ചെയ്തു. എന്തൊക്കെയാണ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഈ സമവാക്യങ്ങൾ എന്ന ഭാഗത്തെ കുറിച്ച് പഠിച്ചു വെച്ചിട്ടുള്ളത്, പിന്നെ എന്നൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണേ, അടുത്ത വാക്കിനെ അനലൈസ് ചെയ്യണം. സെക്കൻഡ് ഡിഗ്രി, രണ്ടാം കൃതി. ഓക്കെ, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എവിടെയാണ് കേട്ടിട്ടുള്ളത്? 9ാം ക്ലാസ്സിലെ പോളിനോമിയൽസ് അല്ലെങ്കിൽ ബഹുപദങ്ങൾ എന്ന പാഠത്തിലാണ് നമ്മൾ ഈ വാക്ക് മുൻപ് കേട്ടിട്ടുള്ളത്. സെക്കൻഡ് ഡിഗ്രി, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി. അത് അവിടെയൊക്കെ നമ്മൾ ഇക്വേഷൻസ് അല്ല പഠിച്ചത്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, തേർഡ് ഡിഗ്രി പോളിനോമിയൽ, ഇങ്ങനെ നോക്കിയത്. ഏതാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ? പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. എക്സ് മാത്രമുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് 2x പ്ലസ് 5, പി ഓഫ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് 5. ഇതൊരു ഫസ്റ്റ് ഡിഗ്രിയാണ്. എന്താ ഇതിന് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയാൻ കാരണം? എക്സിന്റെ ഏറ്റവും വലിയ പവർ 1 ആണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 5x സ്ക്വയർ മൈനസ് 3x പ്ലസ് 2. ഇവിടത്തെ എക്സിന്റെ നോക്കൂ, ഇവിടത്തെ എക്സിന്റെ പവർ 1 ആണ്, ഇവിടെ എക്സിന്റെ പവർ 2 ആണ്. അപ്പൊ എക്സിന്റെ ഏറ്റവും വലിയ പവർ എത്രയാണ്? 2 ആണ്. അപ്പൊ ഏറ്റവും വലിയ പവറിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിഗ്രി എന്ന് പറയാം. എന്താ പറയാ? ഏറ്റവും വലിയ പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന വാക്കുകൊണ്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അതിനെ കൃതി എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുക. സമവാക്യവും ഈ ഒരു രണ്ടാം കൃതി, ഇതാണ് രണ്ടാം കൃതി. ഇനി ഏറ്റവും വലിയ പവർ 3 ആണെങ്കിൽ നമ്മൾ അതിനെ മൂന്നാം കൃതി എന്നാ പറയാം. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യണ്ടേ, നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരികയാണ്. ഈ സമവാക്യങ്ങൾ എന്നുള്ളതിൽ നിന്നും കുറച്ച് കാര്യങ്ങളും ഈ രണ്ടാം കൃതി എന്ന് പറയുന്നതിലെ കുറച്ച് കാര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്നുള്ള പാഠത്തിലുള്ള കണ്ടന്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇനിയാണ് പാഠഭാഗത്തിലേക്ക് വരുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നതും തമ്മിലുള്ള ബന്ധം മനസ്സിലാവുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് അതിന്റെ ജനറൽ ഫോം എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ എന്താണെന്ന് പിടികിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ കണ്ടന്റിലേക്ക്, ശരിയായ കണ്ടന്റിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ആദ്യം നമ്മൾ നോക്കേണ്ടത് ജനറൽ ഫോം അല്ലെ. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോം എന്താണ്, പൊതുവായ രൂപം എന്താണ് എന്നുള്ളതാണ്. അപ്പോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം പൊതുവായ രൂപം. പൊതുവായ രൂപം ഇതാണ്: എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. കണ്ടോ നിങ്ങള്? പോളിനോമിയലില് നമ്മൾ പറഞ്ഞത് പി ഓഫ് എക്സ് ഈക്വൽ ടു എന്നുള്ളതാണ്. അത് ഇവിടെ ഉണ്ടോ? ഇല്ല. പക്ഷെ പി ഓഫ് എക്സ് ഈക്വൽ ടു എന്നുള്ളതിന്റെ അപ്പുറത്തുള്ള സംഭവം, അതായത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഇനി ഇത് ഇക്വേഷൻ എന്ന് പറയാൻ കാരണം അത് ഈക്വൽ ടു 0 ഉള്ളതുകൊണ്ടാണ്. ഈക്വൽ ടു ഉള്ളത് കൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് പറയാൻ കാരണം, ഇതൊരു ഇക്വേഷൻ ആണ് എന്ന് പറയാൻ കാരണം. അപ്പൊ ഏതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും ഏത് രൂപത്തിലായിരിക്കും ഉണ്ടാവുക? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിലാണ് ഉണ്ടാവുക. അതിന്റെ ജനറൽ ഫോം ഇതാണ് എന്നുള്ളതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിരിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം പഠിക്കുകയാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ മറ്റൊരു പേര് കൂടി പറയും. എന്താണ് ആ പേര്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എന്താ പറയാ?
ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് കൂടി പറയും. അപ്പോ ജനറൽ ഫോമിന്റെ ഒരു ഏത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോം എന്നോ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്നോ പറയാം. ഓക്കെ, ഇതിന്റെ മറ്റൊരു പേരാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. മലയാളത്തിൽ നമ്മൾ ഇതിനെ ദ്വിമാന സമവാക്യം എന്നാണ് പറയുക. അപ്പോ രണ്ടാകൃതി സമവാക്യത്തിന്റെ മറ്റൊരു പേര് ദ്വിമാന സമവാക്യം എന്നാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പറഞ്ഞതാണ്. നമ്മൾ പരീക്ഷയ്ക്ക് എന്താണ് മറ്റൊരു പേര് എന്നൊന്നും ചോദിക്കില്ല. പക്ഷെ നമ്മൾ എന്താണ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോ ജനറൽ ഫോം പൊതുവായ രൂപം എന്താണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ax² + bx + c = 0. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതാൻ പോവാണ്. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ അല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലെറ്റ് മീ ട്രൈ. നമുക്കൊന്നിങ്ങനെ ഒന്ന് നോക്കാം. x² + 2x + 1 = 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ എന്റെ വാല്യൂ x² മുമ്പിൽ എന്താണോ അതാണല്ലോ എന്റെ വാല്യൂ. x² മുമ്പിൽ എന്താണോ അതാണ് എന്ത് പറയുന്നത്? എന്റെ വാല്യൂ. ഇവിടെ x² മുമ്പിൽ എന്താണ്? ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ x² മുമ്പിൽ എന്താണെന്ന് എടുക്കേണ്ടത്? 1 ആണെന്നുള്ളതാണ്. അപ്പൊ എന്റെ വാല്യൂ ഇവിടെ 1 ആണ്, ബിന്റെ വാല്യൂ ഇവിടെ 2 ആണ്, സിന്റെ വാല്യൂ ഇവിടെ 1 ആണ്. ഇവിടെ 0 ആണല്ലോ, അത് നമ്മൾ നോക്കേണ്ടതില്ല. പിന്നെ അവിടെ 0 ആയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, അവിടെ വേറെ ഏതെങ്കിലും കോൺസ്റ്റന്റ് ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഓക്കെ, അതായിരിക്കണം സി. അപ്പൊ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഈക്വൽ ടു ഉള്ളത് കൊണ്ടും എക്സിന്റെ ഏറ്റവും വലിയ പവർ 2 ആയതുകൊണ്ടും ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഓക്കെ, അടുത്തൊരു ഇക്വേഷൻ. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ? ഇവിടെ ഈക്വൽ ടു ഉണ്ട്, പക്ഷെ എക്സിന്റെ ഏറ്റവും വലിയ പവർ എത്രയാണ്? 3 ആണ്. അതുകൊണ്ട് ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ല എന്നാണ് പറയേണ്ടത്. അപ്പൊ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ല. അടുത്ത ഒരെണ്ണം നോക്കാം. 2x + 1 = 5. ഇവിടെ എക്സിന്റെ ഏറ്റവും വലിയ പവർ എത്രയാണ്? ഇവിടെ എക്സിന്റെ ഏറ്റവും വലിയ പവർ 1 ആണ്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് പറയാം? ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ല. അടുത്തൊന്ന് നോക്കാം. ഇതാണ് അടുത്തൊരു ഇക്വേഷൻ. ഇവിടെ എന്താ ഇക്വേഷൻ? x² മുമ്പിൽ ഒരു വിലയുണ്ട്, എക്സിന്റെ മുമ്പിൽ ഒരു വിലയുണ്ട്. എല്ലാത്തിനും മുമ്പിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, പിന്നെ ഇവിടെ 2 ഉണ്ട്. അപ്പൊ എയും ബിയും സിയും ഒക്കെ ഉണ്ട് അല്ലെ? ഈക്വൽ ടു ഉണ്ട്. പിന്നെ എക്സിന്റെ ഏറ്റവും വലിയ പവർ എത്രയാണ്? 2 ആണ്. അപ്പൊ ഇതുകൊണ്ട് ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെന്ന് പറയാൻ കാരണം ഇവിടുത്തെ എക്സ് ഈക്വൽ ടു ഉണ്ട്, എക്സിന്റെ ഏറ്റവും വലിയ പവർ എത്രയാണ്? 2 ആണ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അത് മാത്രമല്ല ഇവിടുത്തെ x² മുമ്പുള്ള വില എത്രയാണ്? 5 ആണ്. എക്സ് ഇവിടെ ഇല്ല എന്നതിനർത്ഥം എക്സിന്റെ മുമ്പിലുള്ള വില 0 ആണ് എന്നുള്ളതാണ്. പിന്നെ ഇത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് പറഞ്ഞാൽ സംഖ്യ മാത്രം, എക്സും x² ഒന്നും ഇല്ലാത്തത്. ഓക്കെ, ആ സംഖ്യ മാത്രം. ഇതിനെ നമ്മൾ എന്ത് പറയാ? ഇതും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് എന്ന് പറയാം. അപ്പൊ എങ്ങനെയാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് എന്തുകൊണ്ടാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയത്, ഇത് എന്തുകൊണ്ട് അല്ലാത്തത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് എഴുതി വെക്കണം. ഓക്കെ, ഇത് ശരിയല്ലാത്തതും ശരിയായതും നിങ്ങൾ എഴുതി വെച്ചിട്ട് ഞാൻ ഈ ചെയ്തതുപോലെ ഇടണം. അപ്പോഴാണ് നമുക്ക് പിന്നീട് നോക്കുമ്പോ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണല്ലേ, ഇത് അല്ലേ എന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ നമ്മൾ പാഠഭാഗത്തിലേക്ക് പോകുമ്പോ ഇപ്പൊ നമ്മൾ നിലവിൽ ഇതുവരെ പറഞ്ഞത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നുള്ളതിന്റെ ജനറൽ ഫോം മാത്രമാണ് കണ്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാഠത്തിലെ കണ്ടന്റുകളാണ് ഞാൻ ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. ഈ കണ്ടന്റുകൾ നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഏത് പ്രോബ്ലം തന്നാലും ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല. ഒരു പാഠത്തിലെ കണ്ടന്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ, ഈ പാഠത്തിനെ സംബന്ധിച്ച് കണ്ടന്റ് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ആ കുറച്ചുള്ള കണ്ടന്റ് കൃത്യമായി മനസ്സിലാക്കി വെക്കാൻ കുറച്ച് എന്താണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോ ആ കണ്ടന്റ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതും അതിന്റെ ഉദാഹരണവും നിങ്ങൾക്ക് മനസ്സിലാകുന്നതിലൂടെ
ടെക്സ്റ്റിലുള്ളതോ മുൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതോ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ചോദ്യമോ ഏതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നിങ്ങളിപ്പോ നിലവിൽ പഠിച്ചു വെക്കേണ്ടതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഒരു ഇക്വേഷൻ കണ്ടാൽ അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഇതിലൂടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ഒരൊറ്റ വേരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താ വേരിയബിൾ പറഞ്ഞാൽ ചരം എന്നാണ് മലയാളത്തിൽ പറയാ നമ്മൾ, ചരം അല്ലെങ്കിൽ വേരിയബിൾ. എന്താ വേരിയബിൾ പറഞ്ഞാൽ വില മാറാൻ സാധ്യതയുള്ളതിനാണ് വേരിയബിൾ. അതായത് എക്സ് വൈ എ ബി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ വേരിയബിൾ പറയാ. ഇവിടെ എവിടെയെങ്കിലും ഞാൻ എടുത്തപ്പോ വൈ വന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോ അതിനർത്ഥം ഒരൊറ്റ വേരിയബിൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ എന്നുള്ളതാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2y എന്ന് പറഞ്ഞിട്ട് വരില്ല സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു വേരിയബിൾ മാത്രമേ വരാൻ പാടൂ എന്ന നിയമം കൂടി എന്തുണ്ട്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ ബാക്കിയുള്ള കണ്ടന്റിലേക്ക് പോവുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പൊ നമ്മള് ഈ പാഠത്തില് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണ്, ഇതിന്റെ ജനറൽ ഫോം ആണ് അല്ലെ. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോം ആണ്. അത് നമ്മൾ പഠിച്ചു വെച്ചു. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ആണ് എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ നമ്മുടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്, ഒരു ഇക്വേഷൻ കണ്ടാൽ അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. അതാണ് ഞാൻ എക്സാമ്പിളിലൂടെ ഇവിടെ പറഞ്ഞത്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, മൂന്നാമത്തെ കാര്യമാണ് സൊല്യൂഷൻസ് ഓഫ് സെക്കൻഡ് ഡിഗ്രി. അതായത് പരിഹാരം. ഓക്കെ, പരിഹാരം എന്താണ്? ഒരു രണ്ടാംകൃത സമവാക്യത്തിന്റെ പരിഹാരം അല്ലെങ്കിൽ സൊല്യൂഷൻ ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ദെൻ നമ്മളൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഒരു കുട്ടി എന്നോട് വന്നിട്ട് എന്ത് ചെയ്യണം, സാറേ എനിക്ക് ഇന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ട് പഠിക്കാൻ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പഠന സംബന്ധമായ ഒരു കുട്ടി എന്ത് ചെയ്യണം, അതല്ലെങ്കിൽ പഠന സംബന്ധമായോ അല്ലാത്തതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രശ്നം വരികയാണ്. ഇപ്പൊ കൂട്ടുകാരുമായിട്ടൊരു പ്രശ്നമുണ്ട്. അപ്പൊ സാറേ എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, ആ കുട്ടി എന്നോട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഇങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പോ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കാണ് എന്റെ കൂട്ടുകാര് എന്നൊക്കെ പറഞ്ഞ ഒരു കുട്ടി വന്നിട്ട് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാണ്, ഒരു പ്രോബ്ലം പറയുകയാണ്. അപ്പൊ ഒരു പ്രോബ്ലം ഉള്ളവിടെയാണ് എന്തുണ്ടാവുള്ളൂ, ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോ അങ്ങനെ ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോ ഞാൻ ആ കുട്ടിക്ക് ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കും. നീ പോയിട്ട് എന്ത് ചെയ്യും, ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യൂ, എന്നിട്ട് അതിനെന്താണ് ഇപ്പോ എന്നുള്ളത് എന്നെ അറിയിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ കുട്ടിയെ വിട്ടാക്കി. അപ്പൊ ഞാൻ ആ കുട്ടി എന്റെ അടുത്ത് കൊണ്ടുവന്നത് എന്താണ്, ഒരു പ്രോബ്ലമാണ്. ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത് എന്താണ്, ഒരു സൊല്യൂഷനാണ് അല്ലെ. അപ്പൊ ആ സൊല്യൂഷൻ, അതൊരു സൊല്യൂഷൻ ആവണത് എപ്പോഴാണ്, ഞാൻ ആ കുട്ടി പറഞ്ഞ പ്രോബ്ലത്തിന് ഞാൻ പറഞ്ഞു കൊടുത്ത ഉത്തരം സൊല്യൂഷൻ ആകുന്നത് എപ്പോഴാണ്, ആ കുട്ടി എന്ത് ചെയ്യുന്നു, ആ കുട്ടിയുടെ കൂട്ടുകാരടുത്ത് പോകുന്നു, എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ആ സൊല്യൂഷനിൽ പറഞ്ഞതുപോലെ ബിഹേവ് ചെയ്യുകയും അവരോട് ഇടപെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, പരിഹരിക്കപ്പെടുന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയാ അല്ലെ. അപ്പോ നമുക്ക് ഉള്ള ഒരു പ്രോബ്ലത്തിനെ നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, അതിലേക്ക് നമ്മൾ ഒരു കാര്യം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സൊല്യൂഷൻസ് എന്ന് പറയാ. ഓക്കെ, സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയാ. ഇത് നമ്മൾ മാത്സിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പൊ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ പറഞ്ഞപ്പോ എല്ലാവർക്കും ആയി എന്താ സൊല്യൂഷൻ എന്ന് പെട്ടെന്ന് മനസ്സിലായി അല്ലെ. ഇനി നമ്മൾ മാത്സിലേക്ക് വരുമ്പോ വാട്ട് ഈസ് മീൻ ബൈ സൊല്യൂഷൻ. അപ്പൊ രണ്ടാംകൃത സമവാക്യത്തിലെ സൊല്യൂഷൻ എന്നുള്ളത് നോക്കുന്നതിന് മുമ്പ് സാധാരണ ഒരു സമവാക്യത്തിന് സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, എങ്ങനെയാണ് സാധാരണ ഒരു സൊല്യൂഷൻ? ഇപ്പോ 2x+1 = 5 ആണ് ഒരു ഇക്വേഷൻ എന്ന് വിചാരിക്കുക. എന്താ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ 2x+1 = 5. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ? അല്ല, ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലെ.
എങ്കിലും അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പരിഹാരം കാണുകയാണ്. നോക്കൂ, അപ്പോ ഇതാണ് നമ്മുടെ പ്രോബ്ലം. ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടുള്ള പ്രോബ്ലം ഇല്ലേ, ആ കുട്ടീന്റെ പ്രശ്നമാണ്. ഒരു കുട്ടി എന്നോട് വന്നിട്ട് പറയണ, സാറേ 2x + 1 = 5, ദിസ് ഈസ് മൈ പ്രോബ്ലം. അപ്പൊ ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം സൊല്യൂഷൻ, അങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം. എന്താണ് എന്റെ ചിന്ത? 2x = +1 അപ്പുറത്തും ഉണ്ട്, 5 - 1, അപ്പൊ 2x = 4, അപ്പൊ x = എന്താ വരിക, 4/2. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, പ്ലസിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവുന്നതും ഇൻഡുവിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ആവുന്നതൊക്കെ. അപ്പൊ x = 2. ദിസ് സൊല്യൂഷൻ ആണെന്ന് പറയാനായിട്ടില്ല. ആ കുട്ടി അവിടെ എന്ത് ചെയ്യണം, ആ കുട്ടിയുടെ പ്രശ്നത്തിൽ കൊണ്ട് ഇട്ട് നോക്കണം, അപ്പോഴാണ് സൊല്യൂഷൻ ആവുകയില്ലയോ എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോ എന്നോട് ഒരു കുട്ടി വന്ന് എന്നോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു എന്താണ് സാറേ എനിക്കൊരു പ്രശ്നമുണ്ട്, പറയും മോനെ എന്താ നിന്റെ പ്രശ്നം. അപ്പൊ ആ കുട്ടി പറഞ്ഞു 2x + 1 = 5. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു x = 2. ഇതാണ് അതിന്റെ പരിഹാരം. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്യണ്, ആ പരിഹാരം ശരിയാണോ, അല്ലെങ്കിൽ ആ സാർ പറഞ്ഞു തന്നത് ഈ പ്രശ്നത്തിന്റെ പരിഹാരമാണോ എന്നുള്ളത് ആ കുട്ടി എന്ത് ചെയ്യണ്, പ്രവർത്തിച്ചു നോക്കുകയാണ്, ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതാണ് ഇനി ചെയ്യാൻ പോണത്. എക്സിന്റെ വാല്യൂ ഈ പ്രോബ്ലത്തിൽ കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എക്സിന്റെ വാല്യൂ എത്രയാണ് ഞാൻ പറഞ്ഞത്, 2. അത് ഈ പ്രോബ്ലത്തിൽ കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ 2x + 1 എന്നല്ലേ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഉള്ളത്, അതിൽ എക്സിന്റെ പകരം ഞാൻ പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക, 2 × 2 + 1. 2 × 2 പറഞ്ഞാൽ 4. 4 + 1 = 5. നോക്കൂ, ഈ കുട്ടിന്റെ ഈ ആൻസർ കിട്ടിയല്ലോ. ലെഫ്റ്റ് സൈഡിൽ ആ വാല്യൂ ഇട്ട് കൊടുത്തപ്പോ റൈറ്റ് സൈഡിലെ വാല്യൂ കിട്ടിയല്ലോ. അപ്പൊ സാറ് പറഞ്ഞ എന്താണ്, പരിഹാരം ശരിയാണ്. അപ്പോ x = 2 is the solution of 2x + 1 = 5. ഇതിന്റെ സൊല്യൂഷൻ ആണ്, അതിന്റെ പരിഹാരമാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോ എപ്പോഴാണ് ഒരു ഇക്വേഷനിൽ ഒരു വാല്യൂ സൊല്യൂഷൻ ആയി മാറുന്നത്, അതിൽ എക്സിന് പകരം നമ്മൾ ഇട്ട് കൊടുക്കേണ്ട വാല്യൂ. ഇപ്പൊ നോക്കൂ, ഞാൻ പറയണം ആ കുട്ടിന്റെ അടുത്ത്, ആ കുട്ടി ഈ പ്രശ്നം ഒന്ന് പറഞ്ഞപ്പോ x = 2 എന്നല്ലാതെ വേറെ ഒരു ഉത്തരം കൊടുത്താലും ഇത് ശരിയാവില്ല. ഓക്കെ, അപ്പൊ വേറെ അപ്പൊ ചില പ്രോബ്ലങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്താലേ ശരിയാവുള്ളൂ, അല്ലെ? അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പൊ ഈ പ്രോബ്ലത്തിൽ x = 2 എന്നുള്ളത് ഉപയോഗിച്ചാലേ ശരിയാവുള്ളൂ. 3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 × 3 6 + 1 7 അല്ലേ വരേണ്ടത്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേ വാല്യൂ ആവണ്ടേ, അപ്പൊ അത് ശരിയാവില്ല. അങ്ങനെ വേറെ ഏത് വാല്യൂ എടുത്തു നോക്കിയാലും എന്ത് ചെയ്യുന്നില്ല, അവിടെ ശരിയാവുകയില്ല. അപ്പോ നമുക്ക് ഇനി എവിടേക്ക് വരാം, നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ പരിഹാരത്തിലേക്ക് വരാം. എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ സൊല്യൂഷൻ? സൊല്യൂഷൻ ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ ഞാനിവിടെ ഒരു x² - 2x + 1 = 0. ഓക്കെ, x² - 2x + 1 = 0. അപ്പൊ എന്റെ അടുത്ത് ഒരു കുട്ടി വന്ന് പറഞ്ഞ പ്രശ്നം എന്താണ്, സാറേ x² - 2x + 1 = 0 എന്നുള്ളതാണ്. അപ്പോ ഈ കുട്ടിക്ക് നമ്മള് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്, മോളെ നീ ഒരു കാര്യം ചെയ്യും, x = 1 ഒന്ന് നോക്ക്, അപ്ലൈ ചെയ്ത് നോക്ക് എന്ന് പറയാം. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യണം, x = 1. അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ x എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഏത് വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്, 1 എന്ന വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ 1² - 2 × 1 + 1 = 0 എന്നുള്ളത് നമുക്ക് ലഭിക്കണം. =0 പെടാൻ പാടില്ല. x² 1² 1 തന്നെ, 1 - 2 × 1 പറഞ്ഞാൽ 2 തന്നെ, +1. അപ്പൊ 1 ഉം 1 ഉം കൂടി പ്ലസ് ചെയ്താൽ 2 എന്ന് കിട്ടും. 1 ഉം 1 കൂടി പ്ലസ് ചെയ്താൽ 2 എന്ന് കിട്ടും. ആ 2 - 2 ചെയ്താൽ നമുക്ക് 0 എന്ന് ലഭിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ പരിഹാരം. ഇനി അപ്പോ ഞാൻ കൊടുത്ത പരിഹാരം എന്താണ്, ശരിയാണ് എന്നർത്ഥം. അപ്പോ ആ കുട്ടി വന്ന് ചോദിക്കണം, വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ എന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു x = 2. ആ കുട്ടി എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. 2² - x² വരെ 2² - ഇട്ടു.
2x എന്ന് പറഞ്ഞാൽ 2 into 2 പ്ലസ് 1. ഓക്കെ, അപ്പൊ 2 സ്ക്വയർ എത്രയാണ്? 4 ആണ്. മൈനസ് 2 into 2 എത്രയാണ്? അതും 4 ആണ്. പ്ലസ് 1. നോക്കി, ഈ 4 മൈനസ് 4 കൂടി 0 ആയിപ്പോയി. പിന്നെ ബാക്കി 1 ആണുള്ളത്. 0 ലഭിക്കുന്നുണ്ടോ? ഇല്ല. സാറേ, ഇത് എനിക്ക് എന്റെ പ്രോബ്ലത്തിന് പരിഹാരം ആകണില്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? അപ്പോ ഇനി ഞാൻ വേറൊരു വാല്യൂ കൂടി പറയണം. എക്സ് ഈക്വൽ ടു -1. നോക്കാം. എക്സ് സ്ക്വയർ പറഞ്ഞാൽ -1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 1. ഓക്കെ, -1ന്റെ സ്ക്വയർ എത്രയാണ്? മൈനസ് ഉള്ള ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ പ്ലസ് ആണ്, 1 ആണ്. ഓക്കെ, അടുത്ത് നോക്കിക്കോളൂ. -2 ഇൻറ്റു -1. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? പ്ലസ് ആണ് വരിക. പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. ഓക്കെ, പിന്നെ അപ്പൊ 2 ഇൻറ്റു 1 പറഞ്ഞാൽ 2 പ്ലസ് 1. അപ്പൊ നമുക്ക് നോക്കൂ, ഇവിടെ എന്താ വാല്യൂ കിട്ടിയത്? 5 എന്ന് ലഭിച്ചു. നമുക്ക് 5 ആണോ ലഭിക്കേണ്ടത്? അല്ല, 0 ആണ് ലഭിക്കേണ്ടത്. അപ്പൊ ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് ഏത് സൊല്യൂഷൻ ഇട്ടാലേ ശരിയാവുന്നുള്ളൂ? 1 ഇട്ടാലേ ശരിയാവുന്നുള്ളൂ. ഇനി ഈ 1 പറയുന്ന വാല്യൂ എനിക്ക് എവിടെന്നാ കിട്ടുന്നത്? ഈ പരിഹാരം പറഞ്ഞു കൊടുക്കാന് ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ എവിടെന്നാ 2 കിട്ടിയത് എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. ഇനി 1 എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ പാഠം. എക്സിന്റെ വാല്യൂ ഉണ്ടല്ലോ, ആ ഒരു പരിഹാരം, ആ ഒരു സൊല്യൂഷൻ, ആ സൊല്യൂഷൻ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള അവിടെയാണ് നമ്മുടെ ഈ പാഠത്തിൽ കണ്ടന്റ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് തന്നാൽ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് അതിന്റെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ പാഠത്തിലെ കണ്ടന്റ്. അപ്പൊ എക്സ് ഈക്വൽ ടു 1 എനിക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ അത് ഒറ്റ വാക്കിൽ പറയാൻ പറ്റിയതല്ല, അതിന് വ്യത്യസ്തമായ രീതികളുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഈ പാഠത്തിലെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലായി, ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മുടെ എക്സ് ഈക്വൽ ടു 1 മാത്രമാണ് ഇതിന്റെ പരിഹാരം എന്നുള്ളത്. ഇനി നിങ്ങൾ ഇതിൽ വേറെ ഏത് വാല്യൂ എടുത്ത് നോക്കിയാലും 100% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 0 കിട്ടില്ല. ഏത് വില വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, കുറച്ചു നേരം വേണമെങ്കിൽ ശ്രമിച്ചോളൂ. ഇനി ഞാൻ അടുത്ത ഒരു ഇക്വേഷൻ കൂടി ഇവിടെ എഴുതാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്ത ഒരു ഇക്വേഷനും കൂടി എന്ത് ചെയ്യാണ്, എഴുതാൻ പോവുകയാണ്. എഴുതി കഴിയാത്തവർക്ക് വേണ്ടി കുറച്ച് സമയം തരികയാണ്. നിങ്ങൾ എഴുതാത്തവര് എഴുതണം. അത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. സൈഡിൽ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇതെന്താണ്? ഇത് സൊല്യൂഷൻ ആണ്, ഇത് സൊല്യൂഷൻ ആണ്, ഇത് രണ്ടും സൊല്യൂഷൻ അല്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്ത എക്സാമ്പിളിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഉദാഹരണം നോക്കുകയാണ്. രണ്ടാമത്തെ ഉദാഹരണത്തില് ഞാനിവിടെ മറ്റൊരു ഇക്വേഷൻ എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പോ പ്രശ്നം ഇതാണ്, പ്രോബ്ലം എന്താണ് പ്രശ്നം? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പോ എക്സ് ഈക്വൽ ടു 2 ഒരു പരിഹാരം നമുക്ക് നോക്കാം, പരിഹാരമാണോ അല്ലയോ എന്നുള്ളത്. 2 സ്ക്വയർ മൈനസ് 5 into 2 plus 6 equal to 2 square 4, 5 into 2 10 plus 6. അപ്പൊ 4ഉം 6ഉം കൂടി കൂട്ടിയ 10 എന്ന് കിട്ടും അല്ലെ? 10 മൈനസ് 10 ചെയ്താൽ 0 എന്ന് കിട്ടും. x equal to 2 is the solution of this second degree equation. അടുത്ത ഒരു പരിഹാരം x equal to 3. x equal to 3 ഇട്ട് നോക്കി കഴിഞ്ഞാൽ 3 സ്ക്വയർ മൈനസ് 5 into 3 പ്ലസ് 6 ഈക്വൽ ടു 3 സ്ക്വയർ പറഞ്ഞാൽ എത്രയാണ്? 9 മൈനസ് 5 into 3 പറഞ്ഞാൽ 15 പ്ലസ് 6
ഈ 9ഉം 6ഉം കൂടി കൂട്ടിയ 15 എന്ന് കിട്ടുക. 15 മൈനസ് 15 0. നോക്കൂ നിങ്ങള്, ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ള പ്രശ്നത്തിന് ഈ രണ്ട് പരിഹാരങ്ങളും ശരിയാണ്. ഇത് രണ്ടും സൊല്യൂഷൻസ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് സൊല്യൂഷൻ ആണ് പറയാൻ കാരണം, ഇതിൽ x ഈക്വൽ ടു 2 എന്ന വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 0 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. x ഈക്വൽ ടു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്, 0 എന്ന വാല്യൂ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് രണ്ട് സൊല്യൂഷൻ ഉണ്ട്. ചില സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിന് രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവും. സെക്കൻഡ് ഡിഗ്രി അല്ലേ, അപ്പൊ രണ്ട് സൊല്യൂഷൻസ് വരെ ഉണ്ടാവാം. ഓക്കെ, അപ്പോ മാക്സിമം രണ്ട് സൊല്യൂഷൻ. അപ്പോ സൊല്യൂഷൻസ് ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന പാർട്ടില് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നിട്ടില്ല. ഓക്കെ, പലരും സംശയം ചോദിക്കുമ്പോൾ സാർ എങ്ങനെയാണ് സാർക്ക് 2 കിട്ടിയത്, സാർക്ക് എങ്ങനെയാ 3 കിട്ടുന്ന മുമ്പേ മനസ്സിലായത് എന്നുള്ളത് പറഞ്ഞാൽ അതിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആയിട്ടില്ല. ഓക്കെ, അവിടേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. ഇത് കണ്ടുപിടിക്കലാണ് ഈ പാഠത്തിന്റെ കണ്ടന്റ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ എക്സാമ്പിൾ സൂചിപ്പിച്ചു. ഓക്കെ, അപ്പൊ അതിന്റെ രീതികളിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ എന്താ പഠിക്കേണ്ടത്, സൊല്യൂഷൻസ് ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സൊല്യൂഷൻ. സൊല്യൂഷൻ പറഞ്ഞാൽ എക്സിന്റെ ഒരു വാല്യൂ ആണ്. ആ വാല്യൂ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ റൈറ്റ് സൈഡ് എന്താണോ കിടക്കുന്നത്, 0 തന്നെ അവിടെ നിർബന്ധമില്ല, നമ്മൾ അതിനിപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് 0 ആക്കുകയാണ് ചെയ്യുക. ഉദാഹരണത്തിനോട് 5 ഉണ്ടെന്ന് വിചാരിക്കുക. ആ 5 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് 6 മൈനസ് 5 1 എന്ന് എഴുതിയിട്ട് അപ്പുറത്ത് 0 ആക്കുകയാണ് ചെയ്യുക. കാരണം ജനറൽ ഫോമില് അപ്പുറത്ത് 0 ആണല്ലോ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും 0 ആക്കുകയാണ് ചെയ്യുക. അപ്പൊ എന്തായാലും എക്സിന്റെ വാല്യൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടണം, ഇവിടെ 0 കിട്ടിയാൽ എന്താണ്, അത് സൊല്യൂഷൻ ആണ്. അല്ലെങ്കിൽ അത് സൊല്യൂഷൻ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് മാക്സിമം 2 സൊല്യൂഷൻസ് ഉണ്ടാവാം. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് പരമാവധി 2 പരിഹാരങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ചിലതിന് എന്തുണ്ടാവുക, 1 സൊല്യൂഷൻ മാത്രം ഉണ്ടാവുക. അങ്ങനത്തെ നമ്മൾ നോക്കി. ഓക്കെ, ചിലതിന് നോ സൊല്യൂഷൻ, ചിലതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. ചില സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിന് അല്ല, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് മാക്സിമം എത്ര പരിഹാരം ഉണ്ടാവും, 2 പരിഹാരം ഉണ്ടാവും. ചില സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് 2 പരിഹാരങ്ങൾ ഉണ്ടാവുകയില്ല, ഒരു പരിഹാരം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ചില സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് എന്തുണ്ടാവില്ല, സൊല്യൂഷൻസ് തന്നെ ഉണ്ടാവുകയില്ല. ചില പ്രോബ്ലങ്ങൾക്ക് സൊല്യൂഷൻസ് ഉണ്ടാവില്ലല്ലോ, അതേപോലെ തന്നെ ചില സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്തില്ല, സൊല്യൂഷൻ ഇല്ല. അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് എന്നുള്ളത് പറഞ്ഞു തരാം. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ എന്താണ് സൊല്യൂഷൻ ഓഫ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് മനസ്സിലായി, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണ് സൊല്യൂഷൻ എന്ന് മനസ്സിലായി, എത്ര സൊല്യൂഷൻ വരെ ഉണ്ടാവാം, എത്ര സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവാം എന്നുള്ളത് ക്ലിയർ ആയി. അപ്പോ ഏതൊക്കെ പോയിന്റുകൾ പഠിച്ചു, എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യാൻ പഠിച്ചു. ദെൻ അടുത്തതായി പഠിച്ചത് സൊല്യൂഷൻസ് ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണെന്നും എത്ര എണ്ണം ഉണ്ടാവാം എന്നും പഠിച്ചു. ഈ 3 ബേസ് വളരെ ക്ലിയർ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പാഠം മനസ്സിലാവില്ല. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈ പറയുന്ന ഓരോ ബേസുകളും, ഈ ബേസുകൾ കൂട്ടി ഇണക്കി വേണം നമ്മൾക്ക് എന്ത് ചെയ്യാൻ, ഇതിന്റെ പ്രോബ്ലം ചെയ്യാൻ. വളരെ എളുപ്പമാണ്, പക്ഷെ എന്താണ്, ഈ സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് അറിയാണ്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഈ ക്ലാസിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്ത ക്ലാസ്സുകളിലാണ്. കാരണം ഇന്നത്തെ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രം അടുത്ത ഞാൻ ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണല്ലേ പ്രശ്നത്തിന് പരിഹാരം എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായി നമ്മുടെ എന്താണ് നോക്കാനുള്ളത്, ഇതിന്റെ ബേസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പാഠത്തിന്റെ ഏറെക്കുറെ കണ്ടന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഈ പറഞ്ഞ കണ്ടന്റുകളിൽ വെച്ച് കൂടുതൽ പ്രാധാന്യമുള്ള അടുത്ത ഒരു കണ്ടന്റ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട്
നിങ്ങൾ സാർ ഈ പറഞ്ഞ മെത്തേഡ് ഓഫ് സോൾവിങ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാം കൃതി സമവാക്യങ്ങളുടെ പരിഹാര മാർഗങ്ങൾ എന്ന ടോപ്പിക് തെരഞ്ഞു നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കില്ല. ഓക്കെ, ഞാൻ ഇതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ സൊല്യൂഷൻസ് ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തപ്പിയാൽ കാണില്ല. ഇത് നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാർഗവും ടോപ്പിക്കുമാണ്. പക്ഷെ ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുമാണ്. അതിന്റെ കൃത്യമായി നമ്മൾ അത് എന്ത് ചെയ്യണേ, അറേഞ്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ ക്ലാസ് മുഴുവനായി കണ്ടതിന് ശേഷവും നിങ്ങൾ ഓടിപ്പോയി ടെക്സ്റ്റ് ബുക്ക് കണ്ടാൽ, നിങ്ങൾ അതിൽ ചോദ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും, സാർ പറഞ്ഞൊന്നും കാണാനില്ലോ എന്ന് തന്നെ പറയുള്ളൂ. അടുത്ത ഒരു ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലെല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് എടുക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യ പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളിലൊക്കെ അതിലെന്താണ്, അതിൽ ചെറിയ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഇപ്പൊ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ അവസാന ഭാഗമായിക്കൊണ്ട് മെത്തേഡ്സ് ഓഫ് സോൾവിങ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇതുകൂടി പറയേണ്ടതുണ്ട്. ഓക്കെ, കാരണം ഇതും കൂടി ആകുമ്പോഴാണ് ആ പാഠത്തിലെ കണ്ടന്റ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ്. എങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ശരിക്കും ഇതിന് 3 മെത്തേഡുകളാണ് ഉള്ളത്. നമുക്ക് നിങ്ങളുടെ ഒരു ഭാഗ്യത്തിന് 2 മെത്തേഡുകളാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആ 2 മെത്തേഡുകൾ ഏതൊക്കെയാണ് എന്നും അതിന്റെ ഉദാഹരണ സഹിതം നമുക്ക് ഇവിടെ പഠിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി സമയം ഞാൻ എടുക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾ ശ്രദ്ധ പോകാൻ പാടില്ല. ഓക്കെ, ഈ കാര്യം മനസ്സിലായാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എന്തൊക്കെ മാർഗങ്ങളാണ് ഉള്ളത്? ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയും, അല്ലെങ്കിൽ വർഗത്തികവ് എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗത്തികവ് എപ്പോഴാണ് നമ്മൾ ആ സാഹചര്യം ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പഠിക്കണം. എപ്പോഴാണ് ആ മെത്തേഡ് ഉപയോഗിക്കേണ്ടത്? അതില് മെത്തേഡ് ഉപയോഗിക്കേണ്ടത് ax² + bx + c = 0 എന്നായിരിക്കുമല്ലോ ഏതൊരു രണ്ടാംകൃതി സമവാക്യവും ഉണ്ടാവുക, അല്ലെ? ഈ ഒരു രണ്ടാംകൃതി സമവാക്യത്തിനെ ശ്രദ്ധിക്കണേ, ഈ ഒരു രണ്ടാംകൃതി സമവാക്യത്തില് എയുടെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ ഈവൺ നമ്പർ, ഇവിടെ മൈനസോ പ്ലസോ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല, ഈവൺ നമ്പർ ആയിരിക്കണം. ഈവൺ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആയിരിക്കണം. ബിയുടെ വാല്യൂ ഇരട്ട സംഖ്യ ആയിരിക്കണം. ഇത് ഈ 2 കണ്ടീഷനും ഉണ്ട് എങ്കിൽ മാത്രം, എന്റെ വാല്യൂ 1ഉമാണ്, ബിന്റെ വാല്യൂ ഇരട്ട സംഖ്യയുമാണ്, 2, 4, 6, 8 ഇങ്ങനത്തെ നമ്പർ ഏതെങ്കിലും ആണ് ബിന്റെ വാല്യൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോ ഈ മെത്തേഡ് അല്ലെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ എന്താണെന്ന് വെച്ചാൽ എളുപ്പം ഏത് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, മാത്സ് ഏതൊരു മെത്തേഡ് പഠിക്കുമ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടൈം സേവ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് കൂടുതൽ സമയം സേവ് ചെയ്യാന് നമുക്ക് ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് ചെയ്യലാണ് നല്ലത്. രണ്ടാമത് ഞാൻ പറയാൻ പോണ മെത്തേഡ് ചെയ്താൽ തെറ്റൊന്നുമില്ല, ഉത്തരം കിട്ടും, പക്ഷെ സമയം കൂടുതൽ ചെലവഴിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എന്താ പഠിച്ചു വെക്കേണ്ടത്? എയുടെ വാല്യൂ 1ഉം ബിന്റെ വാല്യൂ ഈവൺ നമ്പർ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെത്തേഡ് ചെയ്യുന്നു. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് എന്റെ വാല്യൂ 1 ആണ്, പക്ഷെ ബിന്റെ വാല്യൂ ഇരട്ട സംഖ്യയല്ല, ഈവൺ നമ്പർ അല്ല, ഒറ്റ സംഖ്യയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് ചെയ്യേണ്ട, ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോവാം. ഓക്കെ, ഇനി അതല്ല തിരിച്ച് ഇത് ഈവൺ നമ്പർ ആണ്, ബിന്റെ വാല്യൂ അതായത് എക്സിന് മുമ്പിലുള്ള വില ഈവൺ നമ്പർ ആണ്, പക്ഷെ എന്റെ വാല്യൂ 1 അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇനി ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആവണില്ല ഒരു ഇക്വേഷനിൽ, എങ്കിലും നിങ്ങൾ ആ മെത്തേഡ് ചെയ്യേണ്ടതില്ല. ഈ 2 മെത്തേഡും വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഏത്, സ്ക്വയർ കംപ്ലീഷൻ അല്ലെങ്കിൽ വർഗത്തികവ് എന്നുള്ളത്.
ഓക്കെ, അപ്പൊ ഏതൊക്കെ കണ്ടീഷനിലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം ഇപ്പൊ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഉദാഹരണം നോക്കിയാൽ ഇത് മനസ്സിലാവുള്ളൂ, ഇപ്പൊ മനസ്സിലാവില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ ടോപ്പിക് ഞാൻ തുടങ്ങി വെച്ചു എന്ന് മാത്രം. അപ്പോ നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് ഏതാണെന്നുള്ളതും ഒന്നാമത്തെ മെത്തേഡ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്താം. എല്ലാം കൂടി നമ്മൾ പഠിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക, നന്നായി മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൽ തന്നെ ഈ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാം നന്നായി ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ഇനി അതിൽ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വന്ന് അത് ക്ലിയർ ചെയ്ത് വളരെയധികം വ്യക്തമാക്കിയ ശേഷമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഗ്രൂപ്പിലേക്ക് തിരിച്ചു വരിക. നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം എങ്ങനെയാണ് ഇത് മെത്തേഡ് ഉപയോഗിക്കുക എന്നുള്ള ഉദാഹരണ സഹിതമുള്ള വിശദീകരണവും രണ്ടാമത്തെ മെത്തേഡും അതിന്റെ പ്രോബ്ലംസും ആയിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും